warahmatullahi taala wabarakatuh. Assalamualaikum warahmatullahi. സലാം പറഞ്ഞില്ലാരും. എന്തെല്ലാം വർത്താനം? എല്ലാരും ചായ കുടിച്ചിനാ? എന്തായിരുന്നു കടി? കടി തിന്നിട്ടില്ല, ചായ മാത്രം കുടിച്ചു പോകുന്നതാ? പുട്ട് ദോശ തിന്നണല്ലേ? അപ്പൊ ഈ ദോശ ഉണ്ടാക്കിയത് ആരാ? ഇമ്മല്ലേ? അപ്പൊ ഇമ്മ ഉണ്ടാക്കിയപ്പോളെ ഇമ്മാന്റെ കേട് നിൽക്കണ ദോശ രസം ഉണ്ടായിരുന്നോ? രസം ഉണ്ടായത് എന്തുകൊണ്ടാ? ആ ദോശ ഉണ്ടാക്കുന്ന പ്രോസസ് വിജയിച്ചോന്നല്ലേ? അപ്പൊ ആ വിജയിച്ചത് കാരണല്ലേ നമ്മളെ ദോശ ഉണ്ടാക്കുന്ന ആ പരിപാടി എന്തായത് വിജയിച്ചിട്ട് നമുക്ക് രസമായിട്ടുള്ള ദോശ കിട്ടിയത്? അതുകൊണ്ടല്ലേ നിങ്ങള് രസമുള്ള ദോശ തിന്നത്? അപ്പൊ ആ ദോശ തിന്നുകൊണ്ടാണ് നമ്മള് വിശപ്പ് അടിക്കുന്നത് അല്ലെ? വിജയം എന്ന് പറഞ്ഞ സംഭവത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? പരാജയം. അപ്പൊ ഈ പരാജയം ഉണ്ടാവും. എന്തിനും വിജയത്തിന് മുമ്പായിട്ട് ഒരു പരാജയം നിർബന്ധമായിട്ടും ഉണ്ടാകും. അപ്പൊ നമ്മൾ ഈ വിജയിച്ചവർ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്ന ആൾക്കാരാണ് APJ അബ്ദുൽ കലാം, അതുപോലെ തന്നെ തോമസ് ആൽവ എഡിസൺ, അങ്ങനത്തെ ആൾക്കാരൊക്കെ. ബൾബ് കണ്ടുപിടിച്ച ആൾക്കാരറിയില്ലേ? അവരൊക്കെ ഓർമ്മ വരൂലേ? അപ്പൊ ഇവരൊക്കെ എന്താണ്? പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നവരാണ് അവരൊക്കെ. ഈ തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ചെറുപ്പത്തില് നമ്മളതേ പ്രായത്തിൽ എന്താവൂല, പഠിക്കൂല, പഠിക്കാതെ ഒന്നും തിരിയാത്ത കുട്ടിയായിരുന്നു. അങ്ങനെ ടീച്ചർമാർ എന്ത് ചെയ്തു? അമ്മക്കൊരു കത്ത് അയച്ചു. അമ്മ, ഈ കുട്ടിയെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഈ കത്ത് പോലും വായിക്കാനുള്ള അറിവ് നമ്മുടെ തോമസ് ആൽവ എഡിസൺ ഇല്ലായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ അമ്മ ഇതൊന്നും അവരോട് പറയാതെ തന്റെ മകനിക്ക് ഭയങ്കര ബുദ്ധിയാണ്, അത് പഠിപ്പിക്കാനുള്ള ബുദ്ധി ടീച്ചർമാർക്കില്ല എന്ന് പറഞ്ഞ് മകനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് തന്റെ മകൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്റെ വീട്ടിൽ ചെയ്തിട്ടാണ് മകനെ പഠിപ്പിച്ചത്. അദ്ദേഹം എന്തായി? ഇപ്പോ നമ്മളിങ്ങനെ കാണുന്ന ബൾബ് കണ്ടുപിടിച്ചു. ആ ബൾബ് കണ്ടുപിടിക്കാനുള്ള കാരണം എന്താ? തോൽവി ഉണ്ടായിരുന്നു. അദ്ദേഹം 1000 ലോഹങ്ങളിൽ വൈദ്യുതി കടത്തിയിട്ട് നോക്കി. പക്ഷെ 1000 ലോഹങ്ങളിൽ 1001ാമത്തെ ലോഹത്തിലാണ് എന്തായത്? വൈദ്യുതി കടന്നുപോയത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ ഇവിടെ തോൽക്കുകയല്ല ചെയ്തത്. ഇവിടെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ 1000 ലോഹങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകൂല. ഈ 1000 ലോഹങ്ങളിലൂടെ ഇനി വൈദ്യുതി കടന്നു പോകൂല. അപ്പൊ നോക്കിയല്ലോ, ഈ 1001ാമത്തെ ലോഹത്തിലൂടെ വൈദ്യുതി കടത്തി വിട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ആ ബൾബ് ഉണ്ടല്ലോ, കണ്ടുപിടിച്ച ലൈറ്റ്, അത് പ്രകാശനത്തിന് വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകരൊക്കെ കൂട്ടിയിട്ട് എന്തായത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. എന്നിട്ട് കൊണ്ടുവന്നപ്പോൾ തൻ്റെ അസിസ്റ്റന്റിന്റെ കയ്യിൽ ആ ബൾബ് കൊടുത്തു. അസിസ്റ്റന്റിന്റെ അശ്രദ്ധ കാരണം തൻ്റെ കയ്യിൽ നിന്ന് ബൾബ് വീണിട്ട് പൊട്ടിപ്പോയി. ആ അസിസ്റ്റന്റ് പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തോമസ് ആൽവ എഡിസൺ പറഞ്ഞു, ഇന്നിനിപ്പോൾ പ്രകാശനം വേണ്ട, നമുക്ക് നാളെ വൈകുന്നേരത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ മാധ്യമ പ്രവർത്തകരെല്ലാം തിരിച്ച് അയക്കുകയായിരുന്നു. എന്നിട്ട് പിറ്റേന്ന് അദ്ദേഹം വൈകുന്നേരം ഇതുപോലെ തന്നെ ബൾബ് പ്രകാശനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ സദസ്സൊക്കെ ഇങ്ങനെ നോക്കി. അപ്പൊ അസിസ്റ്റന്റിനെ കാണാനില്ല. അസിസ്റ്റന്റ് മൂലക്ക് ഇങ്ങനെ മാറി നിൽക്കുക. കാരണം ഒരു വട്ടം ഞങ്ങളിൽ നിന്ന് എന്തായിരുന്നു, ബൾബ് വീണ് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയും എൻ്റെ ബൾബ് വികരുത്തി എന്ന് വിചാരിച്ചിട്ടാണ് അസിസ്റ്റന്റ് എന്തായത് അങ്ങോട്ട് മാറി നിന്നത്. പക്ഷേ തോമസ് ആൽവ എഡിസൺ എന്ത് ചെയ്തു? ആ അസിസ്റ്റന്റ് ഇങ്ങനെ മാടി വിളിച്ചു. അസിസ്റ്റന്റ് ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. എന്നിട്ട് താൻ കണ്ടുപിടിച്ച ബൾബ് അദ്ദേഹത്തിന്റെ കൈകളിൽ തന്നെ കൊടുത്തിട്ട് എന്ത് ചെയ്തു? അത് പ്രകാശനം ചെയ്തു. ഈ പ്രകാശനം മാധ്യമപ്രവർത്തകരുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, അല്ല സാറേ, നിങ്ങൾ എന്തിനാണ് വീണ്ടും തന്റെ അസിസ്റ്റന്റിനെ തന്നെ വിളിക്കാനുണ്ടായ കാരണം എന്ന് ചോദിച്ചു. അപ്പോ തോമസ് ആൽവ എഡിസൺ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കാം. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 24 മണിക്കൂർ കൊണ്ട് ഒരു ബൾബ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ എൻ്റെ അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് ആ ബൾബ് പ്രകാശനം ചെയ്തിട്ടില്ല എങ്കിൽ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തൻ്റെ അസിസ്റ്റന്റിലേക്ക് എനിക്ക് 24 വർഷം കൊണ്ട് പോലും എനിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നാണ്. അപ്പോൾ ആത്മവിശ്വാസവും പരാജയവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. നമ്മൾ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആത്മവിശ്വാസം കളയാൻ പാടില്ല. തീർച്ചയായും നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ വീണ്ടും വിജയത്തിലേക്ക് മുന്നേറണം. പരാജയം എന്ന് പറയുന്നത് ഒരു വിജയത്തിന്റെ അടിത്തറയാണ്. ആ അടിത്തറ ഇല്ലാതെ, പരാജയം എന്ന അടിത്തറ ഇല്ലാതെ നമുക്ക് വിജയത്തിന് മേൽക്കൂര ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല. അത് തീർച്ചയാണ്. ഒന്നാമത്തെ കാര്യം, അതായത് നമുക്ക് വിജയിക്കണമെങ്കിൽ 2 കാര്യമാണ് പ്രത്യേകമായിട്ട് വേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് തോൽക്കാൻ പഠിക്കുക എന്നുള്ളത്. ഈ തോൽക്കാൻ പഠിക്കുക എന്നുള്ള കാര്യം പഠിക്കാതെ പിന്നീട് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നതല്ല. തോൽക്കാൻ പഠിക്കുക എന്നുള്ളതിൽ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആത്മവിശ്വാസവും ക്ഷമയും. ക്ഷമയുണ്ടായാലേ തോൽക്കാൻ പഠിക്കുക എന്നതിൽ തോറ്റുകൊണ്ട് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കയറെടുത്ത് പോയിട്ട് വെള്ളിലേക്ക് തൂങ്ങിച്ചാവും. അത് സ്വാഭാവികമാണ്. 1 മുതൽ 9 വരെ നമ്മൾ ജയിച്ച പല കുട്ടികളും 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ തോൽവി ഉൾക്കൊള്ളാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ഇതൊന്നും നമ്മിൽ നിന്നുണ്ടാകാൻ പാടുള്ള കാര്യങ്ങളല്ല. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ
റിസ്ക് അല്ല കേട്ടോ, റിസ്ക് എടുക്കുക. റിസ്ക് നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. നമ്മൾ പരിവർത്തനമാണ് നമുക്ക് എപ്പോഴും. അപ്പോൾ റിസ്ക് എടുക്കണം. നമ്മൾ ഈ പരുന്തിനെ കണ്ടിട്ടുണ്ടോ? പരുന്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പരുന്തിന്റെ 70 വർഷമാണ് ഒരു പരുന്തിനുള്ള ശരാശരി ആയുസ്. ഈ പരുന്ത് 70 വർഷം നല്ല ഉഷാറായിട്ട് ജീവിക്കണമെങ്കിൽ താൻ വലിയൊരു റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ട് അവിടെ. എന്താണെന്ന് വെച്ചാൽ ആ പരുന്തിന് 40 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ കൊക്കുകൾ വളഞ്ഞിട്ട് തന്റെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങും. പിന്നെ അതിന്റെ നഖങ്ങൾ എന്ത് ചെയ്യും? നഖങ്ങൾ ഇങ്ങനെ വളർന്നിട്ട് പിന്നെ നമുക്ക് ഇര പിടിക്കാനുള്ള ആ ഒരു സാധനം കിട്ടൂല. ഇര പിടിക്കാനുള്ള ഇരന്റെ മേത്ത് കണ്ട് നഖം ഓടൂല. അത്രക്ക് വളഞ്ഞിട്ട് കണ്ട് എന്താവൂല, നമുക്ക് വഴങ്ങി കിട്ടൂല. പിന്നെ ചിറകുകൾ കട്ടി കൂടിയിട്ട് പറക്കാൻ കഴിയാതെ നെഞ്ചോട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യും? പരുന്ത് വലിയ റിസ്ക് എടുക്കേണ്ടതുണ്ട്. തൻ്റെ കൂട്ടിലേക്ക് മടങ്ങി ചെല്ലും. മലമുകളിലുള്ള തൻ്റെ പാറപ്പുറത്തുള്ള കൂട്ടിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള പാറയിൽ തൻ്റെ കൊക്കുകൾ ഉരസി വിളക്കി മാറ്റും. എന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ പുതിയ കൊക്കുകൾ വരാനായിട്ട് കാത്തിരിക്കും. ശേഷം പുതിയ കൊക്കുകൾ വന്നിട്ട് എന്താ പണി? ഭക്ഷണം കഴിക്കാൻ പോവല്ല, തൻ്റെ കാലിലുള്ള വളഞ്ഞ നഖങ്ങളുണ്ടല്ലോ അതെല്ലാം തൻ്റെ കൊക്കുകൾ കൊണ്ട് പറിച്ചെടുത്തിട്ട് പുതിയ നഖങ്ങൾ വരുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എന്നിട്ടോ വളർന്നു വന്ന പുതിയ നഖങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ പറക്കാൻ സാധിക്കാത്ത ചിറകുകൾ ഉണ്ടല്ലോ അതിൽ കട്ടി കൂടിയ എല്ലാ ചിറകുകളും പറിച്ചെടുക്കും. എന്നിട്ട് പുതിയൊരു ചിറകിനായിട്ട് 40ാമത്തെ ആണ്ടിൽ പുതിയൊരു ചിറകിനായിട്ട് കാത്തിരിക്കും. അങ്ങനെ തീക്ഷ്ണമായ 5 മാസത്തെ പരിവർത്തനത്തിന് ശേഷം ആ വലിയൊരു റിസ്ക് എടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യാക്കും ഒരു പരുന്ത് 30 വർഷത്തെ ജീവിതത്തിലേക്ക് പറന്ന് കയറുക. അപ്പോൾ വലിയൊരു റിസ്ക് എടുക്കാതെ ഒരു കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാൻ കഴിയില്ല. ഏതൊരു വലിയ പണ്ഡിതനെ നോക്കുകയാണെങ്കിലും ഏതൊരു വലിയ ശാസ്ത്രജ്ഞനെ നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ പിന്നിലൊക്കെ അവരുടെ ഫ്ലാഷ് ബാക്കിലൊക്കെ വലിയൊരു റിസ്ക് ഉണ്ടാകും. ആ റിസ്ക് എടുക്കാതെ അവരെന്ത് ചെയ്യില്ല, വലിയ ആൾക്കാരാൻ സാധിക്കൂല. ഉറങ്ങാതെ പഠിച്ചവരും അവർ അതുപോലെ തന്നെ ധാരാളം കഠിനാധ്വാനങ്ങൾ ചെയ്തവരുമായിരിക്കും ഓരോ ശാസ്ത്രജ്ഞനും. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൺ കേട്ടിട്ടുണ്ടല്ലോ? എബ്രഹാം ലിങ്കൺ എല്ലാവരും അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന കാലത്തിന് മുമ്പ് തന്റെ ചെറുപ്പത്തില് എന്തായി, സ്കൂൾ പഠിക്കുമ്പോ എന്തായിരുന്നു, ടീച്ചർമാര് അംബീഷൻ ചോദിച്ചു, എന്താണ് ആകാൻ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ കുട്ടികളൊക്കെ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞു. പക്ഷേ എബ്രഹാം ലിങ്കൺ അന്ന് പറഞ്ഞത് എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവണം എന്ന വലിയ സ്വപ്നമായിരുന്നു അന്ന് എബ്രഹാം ലിങ്കൺ ഉണ്ടായിരുന്നത്. പക്ഷേ ലിങ്കന്റെ ടീച്ചർ പറഞ്ഞു, എടോ നീ ഒരു താഴ്ന്ന വംശജനല്ലേ, നിനക്ക് എങ്ങനെയാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ സാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസ ചിരി ചിരിച്ചുകൊണ്ട് ടീച്ചർ അവനെ കളിയാക്കുകയായിരുന്നു. പക്ഷേ ആ ചിരി അവൻ എന്തായി പ്രചോദനമായി എടുത്തു. ആ ചിരി അവൻ വാശിയായി എടുത്തിട്ട് അവനെന്തായി പരിശ്രമിക്കാൻ തുടങ്ങി. ശേഷം തന്റെ ദീർഘമായ പരിശ്രമങ്ങൾ കൊണ്ട് 6 തവണ അദ്ദേഹം എന്തായി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. 6 തവണയും ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു നമ്മുടെ ലിങ്കൺ ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ എന്തായി അവസാനം 7ാമത്തെ തവണ പരിശ്രമിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായി വളർന്നു വരികയായിരുന്നു. അന്ന് ടീച്ചർ കളിയാക്കിയതിന്റെ പേരിൽ തൂങ്ങിച്ചെത്താൽ പിന്നെ അങ്ങനെ നമ്മൾക്ക് ഒരു എബ്രഹാം ലിങ്കൺ പിന്നെ ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അങ്ങനെ എന്തായിരുന്നു, അങ്ങനെ ഒരു എബ്രഹാം ലിങ്കൺ ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം അവിടെ ഒരു തീവ്രമായ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തീവ്രമായ വലിയൊരു റിസ്ക് എടുത്തിട്ടാണ് അദ്ദേഹം എന്തായത് നമുക്കൊരു എബ്രഹാം ലിങ്കൺ എന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ സാധിക്കുക. അങ്ങനെ ഓരോ വലിയ ആളുകൾ നോക്കുകയാണെങ്കിലും അവരുടെ പിന്നിലൊക്കെ വലിയ കഥകൾ ഉണ്ടാകും. എന്നിട്ടായിരിക്കും അവരൊക്കെ വലിയ മഹാന്മാരാകുക. നമ്മുടെ ആത്മീയ നേതൃത്വങ്ങൾ നോക്കുകയാണെങ്കിലും അവരുടെ പിന്നിലൊക്കെ വലിയ സഹനത്തിന്റെ തീക്ഷ്ണമായ കഥകൾ ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടതും ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുമാണെന്ന് സന്ദർഭോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നിങ്ങളൊക്കെ ചോറ് വെച്ചിട്ടില്ല, വെള്ളം കുറച്ച് ഞാൻ വരൂട്ടാ. അതാ ഞാൻ നിർത്താൻ പോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.